വളരെ രോഷത്തോടു കൂടി മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് പാൽഗറിൽ 25 ടൂറിസ്റ്റുകളെ വെടിവെച്ചുകൊണ്ട് അതിനകത്ത് ഏറ്റവും പൈശാചികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയും. അവിടെയുള്ള ആ പാവപ്പെട്ടവരുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് മുസ്ലിം അല്ലെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഹിന്ദു ആയതുകൊണ്ട് അവനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഇത്രയും വലിയ ഒരു പൈശാചികമായ കൊലപാതകങ്ങൾ നടന്നിട്ട് കേരളത്തിലെ നാണംകെട്ട അറക്കുന്ന മീഡിയ എന്താണ് കാണിക്കുന്നത്? അബ്സല്യൂട്ട്ലി ഡിസ്കസ്റ്റിംഗ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാണംകെട്ടവന്മാർ ആ വാർത്തയ്ക്ക് അതിന് തക്ക പ്രാധാന്യത്തോടു കൂടി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജിഹാദികൾക്ക് വിറ്റ് തൊലച്ചിരിക്കുകയാണ് കേരളത്തിലെ മീഡിയ. അവന്മാരുടെ പോക്കറ്റിലാണ് മീഡിയ, അവന്മാരുടെ മീഡിയ. അവന്മാർ പറയുന്നിടത്ത് നടക്കും, അവന്മാർ പറയുന്നിടത്ത് ചെയ്യും. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യർക്കെതിരെ എത്രമാത്രം ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ മതം ചോദിച്ച് തന്നെ, അവൻ ഹിന്ദു ആണെന്ന് ഉറപ്പ് വരുത്തി തന്നെ അവനെ നേരിട്ട് ആക്രമിക്കുകയാണ് ഇവിടെ. ബംഗാളിനെ കുറിച്ച് ആരും സംസാരിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല. ബംഗാളിനെ കുറിച്ച് കേരളത്തിലെ ഒരു മാധ്യമവും സംസാരിക്കത്തില്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള TRP റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമം പണ്ട് BJP-യുടെ പ്രവർത്തകർ ബംഗാളിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോ അവരവിടെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മനസ്സ്. മനുഷ്യന്റെ മതം ചോദിച്ച് കൊല്ലുന്ന അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അതേ മനോഭാവമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും. മതം നോക്കി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ഡിസ്കസ്റ്റിംഗ്.